അതെ, ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. അപ്പൊ പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. കുറെ നാൾ കൊണ്ടുള്ള അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു പൊങ്കാല ഇടണമെന്ന്. അപ്പോൾ എനിക്ക് ഇടാൻ പറ്റിയ സന്തോഷമുണ്ട്. പിന്നെ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ഒരു ഉത്സവത്തിൽ പങ്കുചേരുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. മതത്തിനപ്പുറം നമ്മുടെ മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. പിന്നെന്താ പറയാ, ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. പായസമാണ്. ആഗ്രഹത്തിന്റെ പുറത്ത് ആഗ്രഹം എപ്പോഴും ഉണ്ട്. അപ്പൊ ആഗ്രഹത്തിന്റെ പുറത്തുനിന്നല്ല, എനിക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അത് സാധിച്ചു. അടുത്ത പ്രാവശ്യം വരണമെന്നുണ്ട്. ഹായ്, ആദ്യത്തെ പൊങ്കാലയാണ്. ഞാൻ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ. ഏഷ്യാനെറ്റിലെ കാതോടിലെ മീൻ എന്ന ക്യാരക്ടർ ചെയ്യുന്ന ആളാണ്. എല്ലാവർക്കും അറിയണമെന്നില്ല. ഇതെന്റെ ഫസ്റ്റ് ടൈം പൊങ്കാലയാണ്. പൊങ്കാലയിട്ട് കഴിഞ്ഞു. പ്രതീക്ഷിച്ചത്ര വെയിലോ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഫസ്റ്റ് ടൈം ആയ കാരണം കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷെ കഷ്ടപ്പെട്ടാലും നമുക്ക് അതിന്റെ ഫലം ദൈവം തരുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ടൈം പാരന്റ്സ് ആയിട്ട് വരണമെന്നുണ്ട്. സ്കെഡ്യൂൾ ടൈം ആയിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് അവർ ബ്രേക്ക് തന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പൊങ്കാല ഇടാൻ പറ്റി. ഇപ്രാവശ്യം നമ്മുടെ ഏഷ്യാനെറ്റ് ഫാമിലിയുടെ കൂടെയാണ് പൊങ്കാല ഇടുന്നത്. എല്ലാവർക്കും പൊങ്കാല ആശംസകൾ. അല്ല, വീട് തൃശ്ശൂരാണ്. നമ്മള് തൃശ്ശൂർ പൂരത്തിന് തന്നെ റെയർ ആയിട്ട് പോവാറുള്ളൂ. അപ്പോ ഇവിടെ ഉള്ള കാരണം താരാമ്മ താര കല്യാൺ ചേച്ചി എല്ലാവരും ഉള്ള കാരണം അവരുടെ കൂടെ എല്ലാവരുടെ കൂടെ വരാൻ പറ്റി. വളരെ ഞാൻ വിചാരിച്ചത് അമ്പലത്തിന്റെ ആ ഒരു ഏരിയ സൈഡ് എന്നൊക്കെയാണ്. ബട്ട് നമ്മൾ ആ വരുന്ന വഴി തന്നെ റോഡിലെല്ലാം ഒരു തരി പോലും സ്ഥലമില്ലാതെയാണ് ആൾക്കാരെല്ലാവരും പൊങ്കാല ഇടുന്നത്. അത് കാണാൻ തന്നെ നല്ല രസമാണ്. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന കാരണം നല്ല രസമുണ്ടായിരുന്നു. ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം ഇത് ഫെമിലിയർ ആയിരിക്കും. പക്ഷെ നമുക്ക് ഫസ്റ്റ് ടൈം കാണുമ്പോൾ അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഇല്ല, അമ്പലത്തിന് ആ ഭാഗത്തേക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഉണ്ട്, അത് ആഗ്രഹമുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ആറ്റുകാൽ മുമ്പ് ഞാൻ 9th പഠിക്കുന്ന ടൈമിൽ വന്നിട്ടുണ്ട്. അന്ന് വന്നതാണ്. പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. ഇനി പോണമെന്നുണ്ട് അങ്ങോട്ടേക്ക്. ഇനി പൊങ്കാലയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവുന്ന ടൈമിലൊന്ന് പോണം. ഷൂട്ട് നാളെ ഉണ്ട്. ഇന്നൊരു ബ്രേക്ക്. ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പൊ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മൾ അരി ഇടുന്ന ടൈമില് പ്രാർത്ഥിച്ചിട്ട് വേണമല്ലോ. അപ്പൊ കുറെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം അതെല്ലാം നടത്തി തരുന്നു പ്രതീക്ഷിക്കുന്നു. അത്രേ ഉള്ളൂ. ഹായ്, ഞാൻ ബിനി സെബാസ്റ്റ്യൻ. ഞാനൊരു ക്രിസ്ത്യൻ ആണ്. എങ്കിലും ഇതെന്റെ ആദ്യത്തെ പൊങ്കാലയാണ്. അപ്പം ഇവിടെ വന്നിട്ട് കുറെ കൂട്ടുകാരുണ്ട്. നമ്മുടെ ഏഷ്യാനെറ്റിലെ എല്ലാ നായികമാരും ഉണ്ട്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഞാൻ ഇത്തവണ പൊങ്കാല ഇട്ടു. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ലൈക്ക് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷെ ഭയങ്കര നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. കാരണം ഈ ചൂടത്ത് ഈ പുകയെല്ലാം കൂടി അടിച്ച് തീയെല്ലാം കൂടി അടിച്ച് നല്ല ടാസ്ക് ആയിരുന്നു. ഭയങ്കര വലിയൊരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നി. കുറെ കഷ്ടപ്പെട്ടു അത് ഇടാനായിട്ട്. പക്ഷെ എന്താ പറയുന്നത്, ഇട്ട് വന്നപ്പോ എനിക്ക് തോന്നുന്നു നന്നായിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥിച്ചൊക്കെ ഇട്ട് അതുകൊണ്ട് പെട്ടെന്ന് എന്റെ അരിയൊക്കെ തിളച്ച് ഞാൻ പെട്ടെന്ന് ആ പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇത് കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അടുത്ത തവണ പൊങ്കാല വരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇല്ല, എനിക്ക് അതിനെപ്പറ്റി വലിയൊരു അറിവില്ല. ന്യൂസിലും പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചറിയുന്ന എല്ലാ മലയാളികൾക്കും അറിയാവുന്ന പോലെ ഇതൊരു വലിയ ഒരുപാട് ആളുകൾ, ഒരുപാട് സ്ത്രീജനങ്ങള് വന്ന് നിന്ന് ഇടുന്ന ഒരു കാര്യമാണ് എന്നറിയാം. അപ്പം ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു എന്നൊക്കെ കേട്ടറിവേ ഉള്ളൂ. ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വന്നിട്ട് അത് ഇടുന്നതും ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ. അതെ, ഒരു ആഗ്രഹമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ പൊങ്കാലയാണ് ഞങ്ങളുടെ മിക്കവരുടെയും, എല്ലാ നായികമാരുടെയും ആദ്യത്തെ പൊങ്കാലയാണ്. ആകെ ഒരാൾ മാത്രമേ രണ്ടാമത്തെ ഉള്ളൂ. അപ്പൊ എല്ലാ ഗൈഡൻസും തന്നത് താര കല്യാൺ ചേച്ചിയാണ്. ചേച്ചിക്ക് സൗണ്ട് വഴിയായിരുന്നു. എങ്കിൽ പോലും ഞങ്ങൾക്ക് എല്ലാവർക്കും ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം അങ്ങോട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ ചേച്ചിക്ക് സൗണ്ട് ഇല്ല. എന്നിട്ട് പോലും ചേച്ചി ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി കറങ്ങിയിട്ട് ഇനി വന്നു. കാരണം ഭയങ്കര തിരക്കായിരുന്നുകൊണ്ട് കയറാൻ പറ്റിയില്ല. ഹായ്, ഞാൻ ഐശ്വര്യ. ഏതോ ജന്മകൽപ്പനയിലെ ശ്രുതിയാണ്. അപ്പൊ ഇന്നിപ്പോ ഞാൻ നിൽക്കുന്ന ആറ്റുകാൽ പൊങ്കാലയിലാണ്. ഒത്തിരി സന്തോഷം. ആദ്യമായിട്ടാണ് എനിക്ക് ഒരു പൊങ്കാല ഇടാൻ പറ്റിയത്. ഇത്രയും വർഷമായിട്ട് ഇടാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷം ഇന്നിവിടെ വരാൻ പറ്റിയതിലും പൊങ്കാല ഇടാൻ പറ്റിയതിലും. മംഗളകരമായി എല്ലാം കഴിയുകയും ചെയ്തു.
പിന്നെ ഇനിയുള്ള വർഷങ്ങളിലും വരാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്നു. അതിന് ദേവി അനുഗ്രഹിക്കുമെന്ന് വിചാരിക്കുന്നു. എന്റെ ശരിക്കും സ്ഥലം കൊല്ലാണ്. ഇപ്പം തൃക്കണ്ണാപുരത്താണ് താമസിക്കുന്നത്. ഇല്ല, വന്നിട്ടില്ല. ഇപ്പം ട്രിവാൻഡ്രത്തേക്ക് മാറിയിട്ട് കുറച്ചായിട്ടുള്ളൂ. അമ്മ എല്ലാ വർഷവും വരുമായിരുന്നു. ഇത്തവണ അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല, പകരം എനിക്ക് വരാൻ പറ്റി. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നത്. കൊള്ളാം. ഒരു ഭയങ്കര എന്താ പറയാ, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് പൊങ്കാല ഇങ്ങനെ എന്താണ് വെള്ളം തിളച്ചു തൂവുന്നതൊക്കെ, അത് എന്റെ ഒരു മനസ്സിന്റെ ഒരു സന്തോഷം അതൊക്കെ കണ്ടപ്പോ ഉണ്ട്. ആഗ്രഹമുണ്ട് എല്ലാ വർഷവും ഇടണം എന്ന്. പൊങ്കല കഴിഞ്ഞു. ഞാൻ പായസം ഫസ്റ്റ് തന്നെ ആയിരുന്നു. ഇപ്പൊ തെരളി ഇപ്പൊ കഴിഞ്ഞു, അതും കഴിഞ്ഞു. ഞാൻ സീരിയൽ അഭിനയിക്കാൻ വന്ന വർഷം തൊട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനിടക്ക് കൊറോണ സമയത്ത് മാത്രം 1-2 മിസ്സായിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇഷ്ടട്ടുണ്ട്. കുഴപ്പമില്ല, സന്തോഷമായിട്ട് മൂവീസ് കുറച്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. കുമ്പളങ്ങനെ തൽക്കാലത്തേക്ക് ഇപ്പൊ അവര് സ്റ്റോപ്പ് ചെയ്തു. ക്ഷേത്രത്തിൽ പോയായിരുന്നു? ഇന്നലെ പോയി, ഇന്ന് പോകാൻ പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചു.